കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ വളരെ വേഗത്തിൽ തന്നെ പ്രചാരണ പരിപാടികൾ തുടർന്നു പോവുകയാണ്. വി മുരളീധരൻ BJPയുടെ സ്ഥാനാർത്ഥി. നമസ്കാരം. ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം തന്നെയാണ് കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ അങ്ങ് സുപരിചിതനാണ്. ഒപ്പം തന്നെയാണ് നേരത്തെ ഇതിനു മുമ്പ് നടന്ന 2 മത്സരങ്ങളിൽ BJP 2ാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തിരുന്നു. അതിൽ തന്നെ അങ്ങ് മത്സര രംഗത്തുണ്ടായിരുന്ന സമയത്ത് വളരെ കുറച്ച് വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. എത്രത്തോളം പ്രതീക്ഷയാണ് ഇത്തവണ മണ്ഡലത്തിൽ വരുമ്പോൾ? ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം ഈ മണ്ഡലത്തിൽ വിജയിക്കും. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അന്ന് ലോക്സഭാ മണ്ഡലം കൂടി വെച്ച് നോക്കുമ്പോൾ സംസ്ഥാനത്ത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ലീഡ് ചെയ്തിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം തന്നെയായിരുന്നു കഴക്കൂട്ടം എന്ന് പറയുന്നത്. കഴക്കൂട്ടത്തിലേക്ക് വീണ്ടും എത്തുമ്പോൾ കഴിഞ്ഞ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അങ്ങ് വീണ്ടും വരുന്നത്. എത്തുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയാണ് ജനങ്ങളിൽ നിന്ന്? അല്ല, തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 10 വർഷത്തിന് ശേഷമാണ് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2025 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും BJPക്കുമാണ് ഇവിടെ മുൻതൂക്കം കിട്ടിയത്. ഞങ്ങൾക്ക് 28-ൽ 14 സീറ്റിൽ BJP ജയിച്ചു. കോർപ്പറേഷനിൽ ലോക്സഭയിൽ BJPയുടെ സ്ഥാനാർത്ഥി 1ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. ആ ഒരു രാഷ്ട്രീയ തീരുമാനം ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും. രാഷ്ട്രീയമായ ഒരു മുൻതൂക്കം BJPക്ക് ലഭിച്ച ഒരു മണ്ഡലം കഴക്കൂട്ടം പെടുന്ന ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. അപ്പോൾ എന്തൊക്കെയാണ് ജനങ്ങളിലേക്ക് നൽകുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ജനങ്ങൾ നേരിടുന്ന സുപ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. എല്ലാ പ്രദേശങ്ങളിലും ജനങ്ങൾ ദാഹജലത്തിന് വേണ്ടിയിട്ട് എങ്ങനെ എപ്പോൾ വെള്ളം കിട്ടും എന്ന് നോക്കി നിൽക്കുന്ന സ്ഥിതിയാണ്. അപ്പോൾ ആ കുടിവെള്ളം എല്ലാവർക്കും ലഭ്യമാക്കുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഒരു ജനപ്രതിനിധി 10 വർഷം മറ്റെന്തൊക്കെ വികസനം നടപ്പിലാക്കി എന്ന് പറഞ്ഞാലും കുടിവെള്ളം കിട്ടാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ജനപ്രതിനിധിയുടെ മറ്റെല്ലാ നേട്ടങ്ങളും ആ നേട്ടങ്ങൾക്ക് പ്രസക്തമല്ലാതാവുകയാണ്. അതോടൊപ്പം ഈ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള റോഡുകളുടെ അവസ്ഥ വളരെ ശോച്യാവസ്ഥയാണ്. ഈ മണ്ഡലത്തിന് വലിയ സാധ്യതകളുള്ള മണ്ഡലമാണ്. പക്ഷേ ആ സാധ്യതകൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന തരത്തിൽ മാറ്റിയെടുക്കാൻ ഒരു പദ്ധതിയും ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. കാരണം ഇവിടെ ശ്രീചിത്ര തൊട്ട് ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വരെ ഉള്ള നിരവധി സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങളുടെയൊക്കെ പ്രയോജനം, ടെക്നോ പാർക്കിൻ്റെ പ്രയോജനം, ഇതൊക്കെ ഈ കഴക്കൂട്ടത്തെ ജനങ്ങൾക്ക് കിട്ടാൻ, ഇവിടുത്തെ ആൾക്കാർക്ക് തൊഴിൽ കിട്ടാൻ, അതിനു വേണ്ടിയിട്ട് ഉള്ള പദ്ധതികൾ, ആ പദ്ധതികൾ ഇവിടുത്തെ ജനപ്രതിനിധിയോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല എന്നുള്ള ഒരു വലിയ കാര്യമായിട്ടുള്ള പരാതി, ആ പരാതിയാണ് ജനങ്ങൾക്ക്. ഈ ടെക്നോ പാർക്ക് അടക്കം ഒരു വികസന മേഖലയ്ക്ക് കൂടുതൽ ഒരു മുൻതൂക്കം നൽകാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ്. BJP എത്രത്തോളം ഇതിന് ഒരു പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ? ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പരാതിയുണ്ട്. കാരണം സ്ത്രീ സുരക്ഷിതത്വം വലിയ പ്രശ്നമാണ്. കാരണം ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ വെളിച്ചമില്ലാത്ത ഇടവഴികളിലൂടെയാണ് അവരുടെ താമസ സ്ഥലത്തേക്ക് പോകേണ്ടത്. അങ്ങനെ പോകുന്ന ആളുകൾക്ക് സുരക്ഷിതത്വം ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കേന്ദ്രമായിട്ട് ഈ പ്രദേശം മാറുന്നു എന്നുള്ളത് അക്രമത്തിന് പ്രോത്സാഹനമായിട്ടുണ്ട്. ടെക്നോ പാർക്കിനകത്തുള്ള ആളുകൾക്ക് ഇതാണ് പരാതിയെങ്കിൽ പുറത്തുള്ള ആളുകൾക്ക് ഇത്ര വലിയൊരു സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലവസരങ്ങൾ, ആ തൊഴിലവസരങ്ങൾ ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്നില്ല. ഏറ്റവും പെട്ടെന്ന് ഈ മണ്ഡലത്തിലുള്ള ആളുകളിലേക്ക് എത്താൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം അങ്ങയുടെ ഭാഗത്തുനിന്ന്? കഴക്കൂട്ടത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള വികസനം. എല്ലാവിധ ആശംസകളും വീണ്ടും തരികയാണ്. ഇതുതന്നെയാണ് പ്രചരണം. അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വരും മണിക്കൂറുകൾ, വരും ദിവസങ്ങളിലും അവ കൊഴുക്കുകയാണ്. BJP വളരെ വേഗത്തിൽ തന്നെ വി മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് പ്രചരണ പരിപാടികൾ വളരെ സജീവമായി തന്നെ മുന്നേറുകയാണ്. ക്യാമറമാൻ ജോസിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.